നിങ്ങളെ പിണറായി വിജയൻ അത് വളരെ മനോഹരമായി ചിക്കിപ്പരത്തി അച്യുതാനന്ദനെ ചൂട് കൊള്ളിച്ച് KT ജലീലിനെ തിരിയുണ്ടാക്കിയിട്ട് PP റൌഫിനെ കൊണ്ട് തീപ്പൊട്ടിക്കൊള്ളി എഴുതിയിട്ട് തലേ ദിവസം പൊട്ടിക്കാൻ വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്ന് കേരള രാഷ്ട്രീയത്തിന്റെ സെന്റർ ഫോർവേഡായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പോയിട്ട് കണ്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് അങ്ങണ്ടിട്ട് നെഞ്ഞത്തേക്ക്. നിങ്ങൾ ആരേറ്റാ കളിച്ചത്? നിങ്ങൾ കളിച്ചത് കളരി അഭ്യാസം. കളരിപ്പയറ്റിലെ ഉസ്താദിനോട് നിങ്ങൾ അഭ്യാസം കളിക്കാൻ വന്നതാരാ? മർമാണി തൈലം വെക്കണോടുത്ത് ചെറിയിലോക്കിക്കണം നിങ്ങളോ? നിങ്ങൾ ആരോടാ കളിച്ചത്? പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോടോ? തെറ്റിപ്പോയി മക്കളെ, നിങ്ങൾക്ക് ആള് മാറി. നിങ്ങൾക്കൊരു കൊതത്തോനേറ്റ് കളിക്കായിരുന്നു. ഈ അച്യുതാനന്ദനൊക്കെ പിണറായിനേറ്റ് കൊഞ്ചനായി കുഞ്ഞാലിക്കുട്ടിനേറ്റ് കൊഞ്ചണ്ട. ഇത് ലീഗാ. പാണക്കാട്ട തങ്ങളെപ്പറ്റി പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യായി ഇവനക്ക് മൂച്ചിപ്പിരാന്താണ് അല്ലേ? പിണറായി പത്രസമ്മേളനം നടത്തി AKG സെന്ററിൽ സമസ്ത ഇതിന് മറുപടി പറയണം. ഇജാര മുഷാവറ അങ്ങോ സമസ്ത മറുപടി പറയണം എന്ന് പറയാൻ? പിന്നാരാ വന്നത്? ഹംസാക്ക. പിന്നെ ഹംസാക്കാന്റെ കുറച്ച് ഡയലോഗ്. ഇപ്പൊ ഒരു പണിയില്ല, പട്ടൂർമാലില് ചിറിയിലും നോക്കി ഇങ്ങനെ ഇരിക്കല. അവിടെ ശ്രുതി പോയി, ഇവിടെ മഖ്റജ് ശരിയായില്ല, അവിടെ ഹർഫ് തെറ്റിബൻ ആരാ? തജ്വീദിന്റെ ഇമാമ. എന്തൊക്കെ വിദ്യകൾ കാണിച്ചു. കുറച്ചു ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി. കൊല്ലപ്പരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ പഠിക്കാനിരിക്കണ മാതിരി ഒരു അതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണമെങ്കിൽ ഒരാഴ്ച കഴിയണം. നെറ്റിന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കും. ആ അച്യുതാനന്ദൻ കടലാസും ഇല്ല, ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല കുപ്പായം കൂടി ഇടാൻ നേരമില്ലാതെ കള്ളിത്തുണിയും ബനിയനും 15 അറവേര് വന്നിരിക്കാൻ തോന്നിപ്പോവുക ഇരുത്തം കണ്ടാല്. ഇവരെന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും, ഈ പുകലത്തും പെരയുന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ലീഗാ. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ. ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കൊഞ്ചിയത്. ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട. സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞത് എന്താ? മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ആ സുകുമാർ അഴീക്കോട് ഇപ്പൊ പറഞ്ഞതെന്താ? ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത്, അരുൺകുമാറിന്റെ പോലത്തെ മക്കള് ജനിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ അടി ചാടിയിട്ടുള്ളൂ ജലീൽ, KT ജലീൽ. ഞങ്ങൾ അവിടെ നിന്നും കൊണ്ട് കൊടുന്നത് ആരൊക്കെന്നറിയോ? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, അബ്ദുള്ള കുട്ടി, കണ്ടോ കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൊടുത്തിൽ? നിങ്ങൾ വിചാരിച്ച് ഈ ഐസ്ക്രീം ഉണ്ട് പൊട്ടിച്ച ജനങ്ങൾ ലീഗിന്ന് കുറയുന്ന അല്ല. ഞങ്ങളൊപ്പം ആളും കൂടി നിങ്ങളൊപ്പം ഈച്ചയും കൂടി ഇത് തല കീക്കാൻ തൂക്കാവിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവരെ ഒന്ന് സ്വതന്ത്രൻ, ഒന്ന് ഏതാന്ന് പിടുത്തല്ല. കാരണം ചിഹ്നമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോ. TV, ഫാന്, ഫ്രിഡ്ജ്, തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. അമ്മാതിരത്തെ മത്സരമായിരുന്നു. ഞങ്ങൾക്ക് എത്ര കോലം കത്തിക്കാം. എന്താ ഞങ്ങൾ കോലം കത്തിക്കാത്ത? എന്താ ചങ്ങായിന്റെ കോലം? എന്തിനാ അയാളെ കത്തിക്കണം? ആ ശശിയുടെ ഉദ്ധരണി വെച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് ആരാ? ശശി എന്ന് പറഞ്ഞാൽ 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ 1000 പിണറായിക്ക് അര ശശിയാണ്. അറിയോ ആരാ ഈ ശശി എന്നറിയോ? ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാ. സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാറുടെ വക്കലേക്ക് ഒരു MLA ഒപ്പിടാൻ ചെല്ലുമ്പോ ശശിനെ കാണണോ എന്നാ പറയാ. ശശിനെ കണ്ടിട്ടേ നായനാറെ കാണാൻ പറ്റുള്ളൂ. ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദന്റെ മകൻ ഇത്ര കോടി വാങ്ങി. അച്യുതാനന്ദൻ പറയുന്നുണ്ടാ? അച്യുതാനന്ദൻ ഈടക്കടുത്ത് പറഞ്ഞത് എന്നെ എല്ലാരും കൂടി കരിവാരിത്തേക്കാന്ന്. നിങ്ങൾ എന്തിനാ കരിവാരിത്തേക്ക്? നിങ്ങൾ ജനിച്ചപ്പോ തന്നെ കറുത്തിട്ടാ. പോരാത്തതിന് നിങ്ങൾ ആ ADB കരാറിനെതിരെ കരിവായിലൊഴിച്ചിട്ട് മേത്തക്ക് തെറിച്ച് വേറെ ഉണ്ട്. നിങ്ങൾ കറക്കാതിരിക്കൂ. ഞങ്ങൾ കറപ്പിച്ചത് ആ കൊടിയാന്റെ വീശി. പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ലീഗേര് നിരന്നാണ്ടിരുന്ന് ഒരു ചെക്കനോട് ചോദിച്ചത്രേ, മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുക്കണോ? യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്, പോടോട് നിന്ന് പറഞ്ഞിട്ട് കേരിണ്ട് വന്നിട്ട് നമ്മുടെ ലീഗിന്റെ കുട്ടികൾ നിരന്നാണ്ടിരുന്ന്. ഇനി ആ അഹമ്മദിനെ അവിടെ ഇരുത്തിക്കണ്ടല്ലോ. ഞങ്ങൾ റെയിലുമലൊക്കെ പച്ച കൊടിയാണ് നാട്ടുകാരുന്നു അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞാൽ വെറുതെ ബടായി ഇളക്കല്ല. മുസ്ലിം ലീഗിന്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലെ കാണുമെന്ന് പറഞ്ഞവരാടോ നിങ്ങള്. അതുകൊണ്ട് നെഞ്ഞു പൊട്ടിയിട്ട് പറയാ, ദേശകാര്യത്തിൽ കണ്ട് ചെന്നിട്ടുള്ളൂ. ലിബിയെന്ന് വിട്ടുകൊണ്ടിരുന്നു, ഇറാഖ് എന്ന് വിട്ടുകൊണ്ടിരുന്നു. TK ഹംസ മോയന്ത് എന്താ പറയല്? എന്താ അഹമ്മദ്?
ഇജ് അങ്ങനെ ഇറാഖ് പോയിട്ട് ലിബിയെ പോയിട്ട് വിട്ടുകൊണ്ട് പാടത്ത് പോയി 3 ആട്ടിൻകുട്ടികളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ടല്ലേ ലിബിയയിലേക്ക് ഞങ്ങളെ വലിപ്പത്ര എന്നറിയോ? ഞങ്ങളെ വലിപ്പത്ര എന്നറിയോ? അഹമ്മദിന്റെ ലീഗ് അറബി ലീഗിലാ, PDP ഇപ്പോഴും പീഡികത്തെണ്ണയിലാ. ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നവർ അറിയണം. ഈ സുഡാപ്പി അടക്കമുള്ള സംഘടനകൾ റാബിത്തത്തുൽ ആലമിൽ ലോക മുസ്ലിം സമ്മേളനത്തിലാ എന്റെ അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് വരെ മഹലിന്റെ ജനറൽ ബോഡിയിൽ പുല്ലുപായുടെ ഒരു മൂലക്കിരിക്കാൻ പറ്റിയിട്ടില്ല. അറിയോ എന്റെ അഹമ്മദ് സാഹിബ് എവിടൊക്കെയാണ്? അറഫ മൈതാനിയിൽ അല്ലേ 5 തവണ 15 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് 5 തവണ കഅബാലയത്തിന്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരനാ അഹമ്മദ് സാഹിബ്. ഞങ്ങളെ പ്രസിഡന്റാ. ഈടക്കടുത്ത് അഹമ്മദ് സാഹിബ് പോയി 6ാം തവണ. എന്തിനാന്നറിയോ സഖാക്കളെ? ഈടക്കടുത്തിന്റെ അഹമ്മദ് സാഹിബ് പോയത് കഅബ കഴുകൽ ചടങ്ങിനാ. കഅബ കഴുകൽ ചടങ്ങിന് ഖാദിമുൽ ഹറമൈനി സൗദിയുടെ കിരീടാവകാശി അഹമ്മദ് സാഹിബിനെ കൊണ്ടുപോയി കഅബ കഴുകൽ ചടങ്ങിന്. TK ഹംസനെ ഇതുവരെ അവനാന്റെ മഹലിലെ ഹൗല് കേൾക്കാൻ മഹല് കമ്മിറ്റി പിടിച്ചിട്ടുണ്ടോ? ആ ഹംസ ഞങ്ങളെ ലീഗിനോട് കൊഞ്ചുന്നത്